പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പുണ്യങ്ങൾ പൂത്തുലയുന്ന പവിത്രമായൊരു മാസത്തിലും ദിവസത്തിലുമാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ചരിത്രമുണ്ട്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണത്. ബലീ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തി. ഒരേ സമയം ഇസ്ലാം മതം സ്വീകരിച്ചു. ഒരാൾ ഇബാദത്തിൽ കണിശത പാലിക്കുന്ന ആളും കൃത്യമായി ഇബാദ് ചെയ്യുന്ന കഠിനാധ്വാനിയായിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ഷഹീദാവുകയും ചെയ്തു. മറ്റൊരാൾ ഇയാൾ വഫാത്തായതിനു ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് വഫാത്താകുന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു രാത്രിയിൽ ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഈ രണ്ടാളുകളുണ്ട്. അതിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം മരണപ്പെട്ട ഒരാളാണ്. ഈ കഥ കേട്ടിട്ട് അത്ഭുതസ്തംഭരായി നിൽക്കുന്ന സ്വഹാബത്തിനോട് നിബിതങ്ങൾ ചോദിച്ചു, അയാൾ ഒരു വർഷം കൂടുതൽ ജീവിച്ചില്ലേ? അതേ, ജീവിച്ചു നബിയെ. അയാൾ ഒരു വർഷം കൂടുതൽ ജീവിച്ചില്ലേ എന്ന് നിബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു. അതേ നബിയെ, ജീവിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു മാസം റമളാൻ കൂടുതൽ കിട്ടിയിട്ടില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞു, അതെ. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അയാൾ ആ മാസത്തിൽ ഇബാദത്ത് ചെയ്യുകയും അയാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ആകാശഭൂമിയോളം പുണ്യങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണല്ലേ.